നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ ഡേയുടെ 80-ാം വാർഷികം ആഘോഷിക്കാൻ പബ്ബുകൾ രാത്രി 1 മണി വരെ തുറന്നിരിക്കാൻ പ്രധാനമന്ത്രി സർ കിയർ സ്റ്റാർമർ അനുമതി നൽകിയതായി വെള്ളിയാഴ്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മെയ് 8-ന് നടക്കുന്ന ആഘോഷങ്ങളിൽ യുദ്ധകാല തലമുറയുടെ ത്യാഗങ്ങളെ അനുസ്മരിക്കാൻ രാജ്യം ഒന്നിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. 1945-ലെ രണ്ടാം ലോക മഹായുദ്ധ വിജയത്തിന്റെ സ്മരണയ്ക്കായി 4 ദിവസത്തെ പരിപാടികൾ സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നേപ്പിൾസിന് സമീപം കേബിൾ കാർ അപകടത്തിൽ മരിച്ച ബ്രിട്ടീഷ് ദമ്പതികളെ തിരിച്ചറിഞ്ഞതായി ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗ്രെം ഡെറക് വിൻ, മാർഗരറ്റ് എലൈൻ വിൻ എന്നിവരാണ് മരിച്ചത്. മോണ്ടെ ഫൈറ്റോയിൽ വ്യാഴാഴ്ച നടന്ന അപകടത്തിൽ കേബിൾ പൊട്ടിയതാണ് കാരണമെന്ന് അധികൃതർ പറഞ്ഞു. 4 പേർ മരിച്ച അപകടത്തിൽ ഒരു ഇസ്രായേൽ സ്ത്രീയും കേബിൾ കാർ ഓപ്പറേറ്ററായ ഇറ്റാലിയൻ പുരുഷനും ഉൾപ്പെട്ടിരുന്നു. ഒരു ഇസ്രായേൽ ടൂറിസ്റ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. അപകടത്തിന്റെ കാരണം അന്വേഷിക്കുകയാണെന്ന് EAV കമ്പനിയുടെ ചെയർമാൻ ഉംബർട്ടോ ഡി ഗ്രിഗോറിയോ അറിയിച്ചു. 3 മാസത്തെ പരിശോധനകൾക്ക് ശേഷം ഒരാഴ്ച മുമ്പാണ് കേബിൾ കാർ വീണ്ടും തുറന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ അനുസ്മരിച്ചുകൊണ്ട് UK-യിലുടനീളമുള്ള പള്ളികളിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾ നടന്നു. മെയ്ഡ്സ്റ്റോൺ എയിൽസ്ഫോർഡ് പ്രിയോറിയിൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ അനുസ്മരിച്ചുകൊണ്ട് ദുഃഖവെള്ളി ശുശ്രൂഷകൾ നടന്നു. നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാക്കുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.